ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി മീൻ ബിരിയാണിയാണ് കേട്ടോ. അതും കരിമീൻ വെച്ചിട്ട് നല്ല ടേസ്റ്റ് അതിനത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി കരിമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരിഞ്ഞെടുത്തേക്കണ്. ഇനി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് നമുക്ക് മീനിലേക്ക് ഇത് നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കണം കേട്ടോ. ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കണം, എന്നാലാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഇനി അതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് പൊരിച്ചെടുക്കണം, മറ്റേത് പൊടിഞ്ഞു പോകും. നമ്മൾ മീൻ ദമ്മിടുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് നല്ല അതേപോലെ പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ മീനും ഇതേപോലെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 8 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ 4 ഉള്ളി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. നമുക്കതിൽ റൈസിലും പിന്നെ കായത്തിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ അണ്ടി മുന്തിരി ഒന്ന് പൊരിച്ചെടുത്തേക്കുക. അതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുക. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി വാട്ടിയെടുക്കുക. ഇനി അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണം. നന്നായിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ഉള്ളി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തേക്കണ്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴറ്റിയതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരപ്പൊടി, ബിരിയാണിപ്പൊടി ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് 1 കപ്പ് തൈരാണ് ഒഴിക്കുന്നത്. പുളിക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ പുളിക്ക് അനുസരിച്ചിട്ടാണ് നോക്കിയിട്ട് വേണം ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് മീൻ ഫ്രൈ ചെയ്ത കുറച്ച് ഓയിൽ ബാക്കിയുണ്ട്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല മസാലയ്ക്ക് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മീനിൻ്റെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ടിക്കുകയാണെങ്കിൽ മസാല റെഡിയായി. ഇനി കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി, ക്യാരറ്റ്, പട്ട, പൂവ്, ഏലക്കായ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വയന്ന് വന്നാൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. 2 പാത്രം വെള്ളമാണ്. ഈ ഒരു പാത്രത്തിനാട്ടോ ഞാൻ അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 2 പാത്രം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിരിക്കണ്. ഇനി അതിലേക്ക് ഉപ്പും ചെറുനാരങ്ങ നീരും ഇട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. തിളച്ച് വന്നിട്ടാണെങ്കിൽ അതിലേക്ക് കഴുകി വെച്ച അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. വെള്ളം നല്ലോണം വറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ദമ്മിടുമ്പം അതിൽ കിടന്നിട്ട് വെള്ളം വറ്റിക്കോളും. അപ്പോൾ ഓവറായിട്ട് വെള്ളം വറ്റിയിട്ട് നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ ഒന്നും വേണ്ട. ഇതേപോലെ കുറച്ച് വെള്ളം ബാക്കി വെച്ചിട്ട് വേണം നമ്മൾ ദമ്മിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ഇല വെച്ച് കൊടുത്തിരിക്കണം കേട്ടോ. അതിലേക്കാണ് ഈ മസാല വെച്ച് കൊടുക്കുന്നത്. മസാലേൻ്റെ മുകളിലേക്ക് നമ്മൾ മീൻ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. കുറച്ച് പൊരിച്ച ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഓരോ മീനും എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പതുക്കെ വെച്ച് കൊടുക്കുക. പൊടിഞ്ഞ് പോവാണ്ട് വെച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്കും കൂടെയാണ് നമ്മൾ മസാല വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള മീനും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഉള്ളിയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ള മസാലയും കൂടെ ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം മീൻ വെക്കുക, അതിൻ്റെ മുകളിൽ മസാല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഉള്ളിയും കൂടെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ചെറിയൊരു വാഴൻ്റെ ഇലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മസാലയിൽ റൈസ് കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് റൈസ് പകുതി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബിരിയാണി പൊടി, കുറച്ച് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിയുള്ള റൈസും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ബിരിയാണി പൊടിയും കുറച്ച് ഉള്ളി പൊരിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ലാസ്റ്റ്. എന്നിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.